കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്ക് അറിയാം. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ മക്കളാകുവാൻ യേശുവിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. യേശു പറയുന്നത് ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടിൽ അത്ഭുതമായി മാറും. വിശ്വാസം രക്ഷയായും അത്ഭുതമായും മാറുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ നാം കാണുന്നു, യേശുവിന്റെ അടുത്തേക്ക് ഒരു രാജസേവകൻ വന്നു പറഞ്ഞു, അവന്റെ മകൻ രോഗബാധിതനായി ആസന്ന മരണനായിരിക്കുന്നു, മകനെ വന്ന് സുഖപ്പെടുത്തണം. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി അവന്റെ മകൻ സുഖം പ്രാപിച്ചു. അവനും കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, രാജസേവകന്റെ മകൻ സുഖം പ്രാപിച്ചത് അവൻ വിശ്വസിച്ചത് കൊണ്ടാണ്. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. അത് അവന് സൗഖ്യത്തിനും വിടുതലിനും കാരണമായി. സ്നേഹമുള്ളവരെ, വചനം പറയുന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കാം, അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്കൊന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവം, മരണത്തെ തോൽപ്പിച്ച് ജയിച്ചെഴുന്നേറ്റവൻ, അവിടുത്തെ തിരുമുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും യേശുക്രിസ്തു ദൈവമെന്ന്. അവിടുന്ന് കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ യേശുവേ, യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. ഓ എൻ്റെ യേശുവേ, യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആമേൻ, ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സകല സ്തുതിക്കും ആരാധനയ്ക്കും എന്നും യോഗ്യനായ ദൈവം, അവിടുത്തെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അവിടുത്തോട് ഈ നിമിഷം നമുക്ക് കൊടുക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. പ്രത്യാശയോടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു ചെല്ലാം. അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. ആമേൻ, ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു
മാത്രം കർത്താവെന്ന്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു അവിടുന്ന് സ്വജീവൻ നമുക്ക് വേണ്ടി അവിടുന്ന് ബലി കഴിച്ചു. നമ്മെ രക്ഷയിലേക്ക് നയിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് മരിക്കുകയും അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ രക്തം ചിന്തുകയും ചെയ്തു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ തിരക്തത്തോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ രക്തത്തിൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ. ഇന്ന് കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ അവിടുത്തെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.